ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സുധിയുടെ വീട് കാണാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് തയ്യാറാവുന്നില്ല, എനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സച്ചി വന്നിട്ട് ശ്രീകാന്തിനോട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. എന്തോ ഒരു തട്ടിപ്പുണ്ട്, അതിൽ അവൻ പെടാതിരിക്കാൻ നമ്മൾ കൂടി ഒന്ന് പോകണം. 2 ദിവസത്തേക്ക് ശ്രീകാന്തെ ലീവ് എടുത്തേക്കെന്ന് പറയുമ്പോൾ അവർ കേൾക്കാണ് കേട്ടോ. അങ്ങനെ സുധിയുടെ അടുത്ത് പോയിട്ട് ശ്രീകാന്ത് പറഞ്ഞു, സുധിയേട്ടാ ഞങ്ങളും വരുന്നുണ്ടെന്ന്. അപ്പോൾ അത് കേൾക്കുമ്പോൾ സുധിക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവാണ്. എന്തായാലും വരാന്ന് സമ്മതിച്ചല്ലോ, എല്ലാവർക്കും എൻ്റെ വക ടാൻസ് എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന രവി പറയും, വീടൊക്കെ എടുക്കുന്നത് നല്ലതാ, പക്ഷെ നന്നായിട്ട് ചെക്ക് ചെയ്യണമെന്നേ. അപ്പോൾ ചന്ദ്ര, അതിൻ്റെ കാര്യമൊന്നും അവനോട് പറയണ്ട, അവനെങ്ങനെ പേടിപ്പിക്കാതെ രവിയേട്ടാ, വീടൊക്കെ നന്നായിട്ട് നോക്കാം. അവനറിയാം എൻ്റെ സ്വർണ്ണക്കട്ടി, അവനെ കോടികളുടെ വീടാ എടുക്കാൻ പോകുന്നത്. ഇവിടെ ആർക്കെങ്കിലും അങ്ങനത്തെ വീട് എടുക്കാൻ പറ്റുമോ? ഇവിടുത്തെ കാര്യം പോട്ടെ, ഈ നാട്ടിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു വീട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് പൊക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷ പറയും, ആൻറ്റി നിലത്തൊന്നും അല്ലല്ലോ അങ്കിളെ, ഒരു കരിങ്കല്ല് എടുത്തു വെച്ച് ആൻറ്റിയുടെ ദേഹത്ത് വെച്ച് അങ്ങ് കെട്ട്, അല്ലെങ്കിൽ അങ്ങ് പറന്നു പോകുന്നു. പിന്നീട് കാണിക്കുന്ന ഒരു അമ്പലമാണ് കേട്ടോ. അവിടെ നമ്മുടെ രേവതിയും അമ്മയും കൂടെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ സുധിയും ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കാണുവേ. അപ്പൊ രേവതി ചെന്നിട്ട് പറയാം, അയ്യോ നിങ്ങൾ ഈ ക്ഷേത്രത്തിലേക്കായിരുന്നല്ലേ, പോരുമ്പോൾ ഞാൻ അതങ്ങ് വിട്ടുപോയി. ഇവിടെ നിന്നല്ലേ അഡ്വാൻസ് കൊടുക്കുന്നത്? അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അഡ്വാൻസ് കൊടുക്കുന്നതിന് മുൻപ് ഒരു അർച്ചന കഴിക്കുന്നത് നന്നായിരിക്കും, ഞാൻ പറഞ്ഞിട്ട് വരാന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി പറയും, അതൊക്കെ ഞങ്ങൾക്കറിയാം, രേവതിയുടെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട, വാ ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെയും വിളിച്ചിട്ട് പോകുന്നു. അങ്ങനെ രേവതിയും അമ്മയും കൂടെ പോകുന്ന വഴി ലക്ഷ്മി ചോദിക്കുന്നുണ്ട് കേട്ടോ, അവൾ എന്താ മോളെ ഇങ്ങനെ, അവൾ അങ്ങനെയാ അമ്മേ എന്ന് പറയുമ്പോൾ, എന്തിനുള്ള അഡ്വാൻസ് ആണെന്ന് ചോദിക്കുമ്പോൾ അവരെ ഒരു 3 കോടിയുടെ വീട് എടുക്കാൻ പോകുന്നുണ്ട്. അതിന്റെ അഡ്വാൻസ് തുകയാണെന്ന് പറയുമ്പോൾ 3 കോടിയുടെ വീടോ, അവരുടെ കയ്യിൽ ഇത്രയൊക്കെ പൈസ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ നമ്മൾ എന്തിനാ അമ്മ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവർ പ്രാർത്ഥിക്കാൻ കേട്ടോ. ആ സമയത്ത് ശ്രുതിയും ഇങ്ങനെ ഈ അഡ്വാൻസ് കൊടുക്കാനുള്ള പാർട്ടിയെ തപ്പി ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ പോകുന്ന വഴി അവിടെ ഒരു നിറകുടം വെച്ചിട്ടുണ്ടാവും, അത് ശ്രുതിയുടെ കാല് തട്ടി മറയുന്നുണ്ട്. അത് കണ്ടോണ്ട് നിൽക്കാൻ കേട്ടോ നമ്മുടെ രേവതിയും അമ്മയും. അപ്പൊ രേവതിയുടെ അമ്മ പറയും, മോളെ ശ്രുതിയുടെ കാല് തട്ടിയിട്ട് നിറകുടം മറിഞ്ഞല്ലോ, അതൊരു നല്ല ശകുനല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ രേവതി പറയും, അതെയോ, എങ്കിൽ അവരോട് അഡ്വാൻസ് പിന്നീട് ഒരു ദിവസം കൊടുക്കാന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയും, നീ പറഞ്ഞൊന്നും അവള് കേൾക്കത്തില്ലല്ലോ, വേണ്ട മോളെന്നെ. പക്ഷെ അതൊന്നും കേൾക്കാതെ നമ്മുടെ രേവതി പിറകെ പോകുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും കൂടെ വരെ കണ്ടുപിടിച്ചിട്ട് പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന നേരം അയാൾ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ, ആ എഗ്രിമെന്റിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒപ്പിടാൻ വേണ്ടിയിട്ട് വായിച്ച് ഒപ്പിടുന്ന സമയം നമ്മുടെ രേവതി വന്ന് വിളിക്കും, ശ്രുതി നിന്റെ കാല് തട്ടി നിറകൂടെ മറിഞ്ഞില്ല, അതിനെന്താന്ന് ചോദിക്കും. അതൊരു നല്ല ശകുനല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. പക്ഷെ ശ്രുതി പറയുന്നുണ്ട്, നല്ല ശകുനല്ല അല്ലേ, എങ്കിൽ പിന്നെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയാലോ എന്ന് ചോദിക്കാണ്. അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഞങ്ങളെ നല്ല ശകുനം നോക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അവളുടെ അമ്മ ജോലി ചെയ്യുന്നത് ഈ അമ്പലത്തിന്റെ തൊട്ട് മുന്നിലാണ്. അപ്പൊ ഈ അമ്പലത്തെ കുറിച്ചൊക്കെ രേവതിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവൾ പറഞ്ഞേ കറക്റ്റ് ആയിരിക്കുന്നത്. അപ്പൊ ഈ അഡ്വാൻസ് വാങ്ങിക്കാൻ വന്ന ആളുണ്ടല്ലോ, അയാൾ പറയും, നിങ്ങൾ അഡ്വാൻസ് തന്നില്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ അയാളുടെ ഭാര്യയോട് പറയുന്നുണ്ട്, നീ മറ്റാളെ വിളിക്ക്, അയാൾ വീട് വാങ്ങാൻ നേറ്റതല്ലേ, അയാളോട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് പറ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ വേണ്ട, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നേന്ന്, എൻ്റെ വീട് വാങ്ങാൻ ഒരുപാട് ആളുകളുണ്ട്, എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഗൾഫ് പോകാനുള്ളതാ, എനിക്ക് തീരെ സമയമല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ആ പൈസ അയാൾക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ.